ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ. ഒരു ലഞ്ച് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇലകൾ കൊണ്ടുള്ള 2 വിധം തോരനും ചെമ്മീൻ കറിയും നത്തോലി ഫ്രൈയുമാണ് ഉണ്ടാക്കിയത്. ഒന്ന് ചീരത്തോരനും ഇതേപോലെ പച്ച ഇല തോരനുമാണ് ഉണ്ടാക്കിയത്. ഇത് നല്ല പോഷകസമൃദ്ധമായ തോരനാണ്. അങ്ങനെ ഇലകളെല്ലാം ആദ്യം വാഷ് ചെയ്ത് എല്ലാം കട്ട് ചെയ്തെടുത്തു. സ്റ്റവ് ഓണാക്കി കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കിയത്. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു. അതിലേക്ക് സവാളയും തക്കാളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തു. അതെല്ലാം ഒന്ന് വഴന്നു വന്നപ്പോൾ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു. അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ചെമ്മീനും ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് മാങ്ങാ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. വേറൊരടുപ്പിൽ ചീരത്തോരൻ ഉണ്ടാക്കുകയാണ്. ചീരയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സവാളയും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് തോരനുണ്ടാക്കുകയാണ്. സ്റ്റവ് ഓണാക്കി ഇതേപോലെ ഒരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. കറിവേപ്പിലയും കടുകും ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ചീരയും ഇട്ട് കൊടുത്തു. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയും ചേർത്ത് കൊടുത്തു. അതേ അടുപ്പിൽ തന്നെ ആ പച്ച ഇല കൊണ്ടുള്ള തോരനും ഉണ്ടാക്കി. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ പാൻ അടുപ്പത്ത് വെച്ച് കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തത്. കടുകും കറിവേപ്പിലിട്ട് കടുക് പൊട്ടി വന്നപ്പോൾ ചീരയും അതിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയും ചേർത്ത് കൊടുത്തു. അതിനിടയിൽ തന്നെ നത്തോലി ക്ലീൻ ചെയ്തിരുന്നു. അങ്ങനെ നത്തോലി ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു. എല്ലാമായി വരുമ്പോഴേക്ക് സമയം 1 മണിയായിരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കുകയും ചെയ്തു. ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഫുൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.